പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, കലുഷിതമായ സഭാ പ്രശ്നങ്ങൾ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരുപാട് വൈദികരും പിതാക്കന്മാരും അന്മാരുമെല്ലാം ഹൃദയത്തിൽ മുറിവേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ അത് നിശബ്ദമായി സൂക്ഷിക്കുന്നു. എന്നാൽ മുള്ളുകൾക്കിടയിൽ പോയ ആടിനെ ഇടയനെ രക്ഷിക്കണമെങ്കിൽ മുറിവേൽക്കാതെ സാധിക്കുകയില്ല എന്ന് തിരുവചനം ഓർമ്മിപ്പിച്ചു. എന്നാൽ സദ്ദുദ്ദേശത്തോടെ ഏൽക്കുന്ന മുറിവുകൾ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ വിലയുള്ളതാണ് എന്നും അകാരണമായി പീഡിക്കപ്പെടുമ്പോൾ ക്ഷമാപൂർവം സഹിച്ചാൽ അപമാനങ്ങളായിക്കോട്ടെ, മറ്റേതെങ്കിലും രീതിയിലുള്ള വേദനകളോ ദുഃഖങ്ങളോ ആയിക്കോട്ടെ, അത് രക്ഷാകാരണമാണെന്നും ദൈവത്തിൻ്റെ തിരുമുമ്പിൽ അതിന് വിലയുണ്ടെന്നും അവിടുന്ന് പത്രോസിൻ്റെ സുവിശേഷത്തിലൂടെ വാഗ്ദാനം ചെയ്ത് ഓർമ്മിപ്പിച്ചു. കൂദാശകൾ പരികർമ്മം ചെയ്യുന്ന പുരോഹിതർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഒരു വിശ്വാസിക്ക് അവർ വിലപ്പെട്ടവരാണ്. കൂടുതൽ കലഹങ്ങളുണ്ടായ ഒരു ദേവാലയത്തിൽ അവിടുത്തെ ഒരു ഇടവക്കാരൻ പങ്കിട്ട കാര്യം ഓർമ്മിപ്പിക്കുന്നു. അപ്പനും അമ്മയും വീട്ടിൽ കടന്ന് ബഹളം കൂടുകയും അടികൂടുകയും ചെയ്തപ്പോൾ മിണ്ടാപ്രാണികളെപ്പോലെ ഒന്നും ചെയ്യാനാകാതെ നിശബ്ദമായി പകച്ചു നിന്ന വിറങ്ങലിച്ചു നിന്ന കുഞ്ഞുകുട്ടികളുടെ മനോഭാവമായിരുന്നു ആ സമയത്ത് ഞങ്ങൾക്കുണ്ടായത്. കർത്താവിൻ്റെ അൾത്താരയ്ക്ക് മുമ്പിലാണ് നടക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല. ഹൃദയത്തിൽ ബഹുമാനിക്കുകയും ദൈവസ്ഥാനത്ത് കൊണ്ടുനടക്കുകയും ചെയ്യുന്ന വൈദികർ കാണിച്ച പ്രകടനങ്ങൾ ഹൃദയത്തെ വല്ലാതെ ഭാരപ്പെടുത്തി. നരകം തൊട്ടു മുൻപിൽ പെട്ടെന്ന് വന്ന് ഭവിച്ചതുപോലെ തോന്നി. ഭയവും ഭാരവും തോന്നി. ഞങ്ങൾ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞങ്ങളുടെ കുംസാരം കേട്ടിട്ടുള്ള, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിച്ചിട്ടുള്ള, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അടക്കിയിട്ടുള്ള, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ മാമോദിസമുക്കിയിട്ടുള്ള വൈദികർ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും ഞങ്ങൾ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിശ്വാസി ഒരു വൈദികനെയോ ബിഷപ്പിനെയോ വിമർശിക്കാനോ ലോഹ ഊരി വെക്കുമെന്ന് അറിയിക്കാനോ ലോഹ ഊരിക്കാനോ രാജിവെക്കണം എന്ന് ആക്രോശിക്കാനോ ഹൈറാർക്കി അനുവദിക്കുന്നില്ല. ഒരു ശ്രേണി പോലെ, ഒരു പിരമിഡ് പോലെ അന്മായിന് മേൽ വൈദികൻ, വൈദികന് മേൽ ബിഷപ്പ്, മാർപ്പാപ്പ വരെ എത്തുന്ന ശൃംഖലയാണ് വിശ്വാസിയുടെ അടിത്തറ. ഒരു പുരോഹിതനെക്കുറിച്ചോ അതിനുമേൽ ബിഷപ്പിനെക്കുറിച്ചോ ഒക്കെ പരാതി ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാൻ അന്മായിന് സാധിക്കും. സിനഡിനെയോ അതിനു മേലെയോ എല്ലാം അറിയിക്കാൻ സാധിക്കും. നീതി ലഭിക്കുന്നവരെ നേരിട്ട് കാണാനോ പരാതിപ്പെടാനോ നമുക്ക് സാധിക്കും. അതിനു പകരം മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് പരിഹസിക്കുകയും പുച്ഛവാക്കുകൾ പറയുകയും അവമാനിക്കാൻ ശ്രമിക്കുകയും വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിക്കുകയും മുറിവേൽപ്പിക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് സ്വന്തം നാശം വിളിച്ചു വരുത്തുന്നുവെന്ന് തിരുവചനം ഓർമ്മിപ്പിക്കുന്നു. കാര്യം, പുരോഹിതന് മേൽ കർത്താവിൻ്റെ ആത്മാവുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഒരു പുരോഹിതനെയോ ബിഷപ്പിനെയോ നമ്മൾ അവമാനിക്കുമ്പോൾ അവരെ മാത്രമല്ല, അവരിൽ വസിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അഭിഷേകത്തെ കൂടെ നമ്മൾ അവമാനിക്കിയാൽ നമ്മൾക്ക് ശിക്ഷ വന്നു ചേരുമെന്ന് തിരുവചനം പലതവണ ഓർമ്മിപ്പിക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ നമ്മൾ വചനത്തിലൂടെ അത് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് മാപ്പപേക്ഷിക്കേണ്ട സമയമാണ് ഇത്. പ്രിയപ്പെട്ടവരെ, വൈദികർക്കോ ബിഷപ്പിനോ തെറ്റുവന്നാൽ മിണ്ടാതിരിക്കുകയാണോ ചെയ്യുന്നത്? താങ്കൾക്ക് ഭയമാണെന്ന് ചോദിക്കുന്നവരുണ്ടാകാം. അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ബിഷപ്പുമാർ വൈദിക പട്ടം നൽകിയിരിക്കുന്ന എത്രയോ പുരോഹിതന്മാരുണ്ട്. അവർക്ക് ദൈവത്തിൻ്റെ പൗരോഹിത്യ അഭിഷേകം കിട്ടാൻ വൈദികൻ്റെ മേലും സിസ്റ്റേഴ്സിൻ്റെ മേലും കൈവപ്പ് പ്രാർത്ഥന നടത്തുകയും ദൈവത്തിന് മുമ്പിൽ അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുകയും അഭിഷേകം ചെയ്തിട്ടുള്ളവരുമാണ് പിതാക്കന്മാർ എന്ന് നമുക്കറിയാം. നിഷ്കളങ്കരായ വിശ്വാസികളും സഭയിലുള്ള അജങ്ങളുമായ നമ്മൾ ഇടയൻ്റെ നിയന്ത്രണത്തിൽ നടക്കാനാണ് ദൈവം ആഗ്രഹിച്ചത്. കൂട്ടം വിട്ട് ഓടിയാൽ അത് നമ്മുടെ നാശത്തിന് കാരണമാകും. പലപ്പോഴും ഇത് കേൾക്കുമ്പോൾ പലർക്കും മനസ്സിൽ അസ്വസ്ഥത ഉണ്ടാകാം. ഇവരുടെ തെറ്റുകൾ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്ത്? നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ടവനാണെന്ന്. പ്രിയപ്പെട്ടവരെ, തിരുവചനം വായിക്കുകയും പരിശുദ്ധാത്മാവിനോട് ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കുകയും ചെയ്യുമ്പോൾ അവിടുന്ന് ഓർമ്മിപ്പിച്ച വചനം ഈ സമയം നമ്മുടെ ഹൃദയത്തിന് ആശ്വാസവും പ്രബോധനവും വെളിച്ചവും നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവം കാണിച്ചു നൽകിയ വചനം പങ്കുവയ്ക്കാം. എസെക്കിയേൽ 5:11. അവരുടെ പുരോഹിതന്മാർ എൻ്റെ വിശ്വസ്ത സ്ഥലത്തെ മലിനമാക്കി, അവരുടെ മേൽ എൻ്റെ ക്രോധം വീഴും. ഞാൻ അവരെ വെറുതെ വിടുകയില്ല, ഞാൻ അവരെ വെട്ടി വീഴ്ത്തും. മലാക്കിയുടെ സുവിശേഷം 2:17. നിങ്ങളെൻ്റെ മാർഗം അനുവർത്തിക്കാതെ പ്രബോധനം നൽകുമ്പോൾ എത്രമാത്രം നിങ്ങൾ പക്ഷപാതം കാണിച്ചുവോ അത്രമാത്രം നിങ്ങൾ ജനങ്ങളുടെ മുൻപിൽ നിന്ദിതരും നികഷ്ടരുമായി മാറും. ദൈവം നൽകാൻ ആഗ്രഹിക്കുന്ന ശിക്ഷാ നടപടികൾ മനുഷ്യൻ ഏറ്റെടുത്ത്
നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് കാരണമാകുന്ന തുടർന്നുള്ള തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. 1 സാമുവേൽ 26:9 ദാവീദ് അബീശായോട് പറഞ്ഞു, അവനെ കൊല്ലരുത്, കർത്താവിൻ്റെ അഭിഷേകത്തിനെതിരെ കരമുയർത്തിയിട്ട് നിർദോഷനായിരിക്കാൻ ആർക്കു കഴിയും. പ്രിയപ്പെട്ടവരെ, അവനെ കൊല്ലരുത് എന്നറിയിക്കുമ്പോൾ ശാരീരികമായി കൊല്ലുകയല്ല, അവൻ്റെ ഹൃദയത്തെ തകർക്കുക, അവനെ വാക്കുകൾ കൊണ്ട് വ്യക്തിഗത ചെയ്യുക, ഇതെല്ലാം കൊലപാതകത്തിന് തുല്യമാണ്. അങ്ങനെ ചെയ്തിട്ട് നിർദോഷനായിരിക്കാൻ ആർക്ക് കഴിയുമെന്ന് ദൈവം നമ്മളോട് ചോദിക്കുന്നു. ജോബിൻ്റെ പുസ്തകം 21-22 വാക്യം, ഉന്നതത്തിലുള്ളവരെ പോലും വിധിക്കുന്ന ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കാൻ ആർക്ക് കഴിയും. അപ്പോസ്തല പ്രവർത്തനം 1:24 കർത്താവെ, എല്ലാ മനുഷ്യരുടെയും ഹൃദയം അങ്ങ് അറിയുന്നുവല്ലോ, ഒരു ചിന്തയും അവിടത്തേക്ക് അജ്ഞാതമല്ല, ഒരു വാക്കും കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല എന്ന് പ്രഭാഷകൻ്റെ പുസ്തകം 42 അധ്യായം പറയുമ്പോൾ ജെറമ്യാ പറയുന്നു, ദൈവമായ കർത്താവ് മനസ്സിനെ പരിശോധിക്കുകയും ഹൃദയത്തെ പരീക്ഷിക്കുകയും ചെയ്യുന്നു. ഓരോ മനുഷ്യനും അവൻ്റെ ജീവിത രീതിക്കും പ്രവൃത്തിക്കും അനുസരിച്ച് ഞാൻ പ്രതിഫലം നൽകും. ഇതിൽ ഓരോ മനുഷ്യനും എന്ന് കർത്താവ് നമ്മളെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സുഭാഷിതത്തിൻ്റെ പുസ്തകം പറയുന്നു, സത്യസന്ധരോട് അവിടുന്ന് സൗഹൃദം പുലർത്തുന്നു. പാതാളവും അധോലോകവും കർത്താവിന് മുമ്പിൽ തുറന്നു കിടക്കുന്നു. മനുഷ്യ ഹൃദയങ്ങളുടെ കാര്യം പറയാനുണ്ടോ? മനുഷ്യൻ്റെ ചേതന കർത്താവ് കൊളുത്തിയ വിളക്കാണെന്നും അത് അവൻ്റെ ഉള്ളറകൾ പരിശോധിക്കുന്നുവെന്നും സുഭാഷിതം ഓർമ്മിപ്പിക്കുന്നു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുൻപിലുണ്ട്. അവിടുത്തെ ദിഷ്ടകളിൽ നിന്ന് ആർക്കും മറിഞ്ഞിരിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവമനുഷ്യൻ്റെ സ്നേഹിത എന്ന പുസ്തകത്തിൽ യേശു സൗഖ്യം നൽകിയ ഒരു കുഷ്ഠരോഗി പോലും കാൽവരിയിലേക്കുള്ള യാത്രയിൽ മാനുഷിക വികാരങ്ങൾക്ക് അടിമപ്പെട്ട് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ യേശുവിനെ കല്ലെടുത്തെറിയുകയും യേശു തിരിഞ്ഞു നോക്കുകയും ചെയ്തുവെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് അറിയിക്കുന്നു, റോമയുടെ സുവിശേഷത്തിലൂടെ നീ നിയമം പഠിച്ചതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായത് അറിയുകയും ചെയ്യും. നിയമം ഹൃദയത്തിലുള്ള, വചനം ഹൃദയത്തിലുള്ള ഒരു വ്യക്തിക്ക് ദൈവം ജ്ഞാനത്താൽ അറിവ് നൽകുകയും ശ്രേഷ്ഠമായത് മനസ്സിലാക്കാൻ ദൈവം അവനെ അനുവദിക്കുകയും ചെയ്യും. ഇന്ന് അനേകം വ്യക്തികൾ മീഡിയകളിലൂടെ മനസ്സിന് തോന്നുന്ന പോലെ, വായിക്ക് തോന്നുന്ന പോലെ സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ഇവരിൽ എത്ര പേർ സഭയോട് ചേർന്ന് നിന്ന് മാനസാന്തര പ്രവൃത്തികൾ അല്ലെങ്കിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നവരാണെന്നും അവർ ദൈവത്തെ എങ്ങനെ സേവിച്ചവരാണെന്നും സഭയെ എങ്ങനെ സേവിച്ചവരാണെന്നും കൂടെ നമ്മൾ അന്വേഷിക്കുന്നത് നല്ലതാണ്. പുരോഹിതർക്കോ ബിഷപ്പിനോ തെറ്റ് സംഭവിക്കുമ്പോൾ അത് സിനഡിന് മുമ്പിലോ സഭാകോടതിയിലോ ഹാജരായി വിശദീകരണം നൽകേണ്ടതാണെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഓർമ്മിക്കൂ, നിയമപാലകരുടെ അടുത്താണെങ്കിലും സർക്കാർ ഓഫീസുകളിലാണെങ്കിലും യാത്രകളിലാണെങ്കിലും ഏത് മതസമ്മേളനങ്ങളിലാണെങ്കിലെല്ലാം പുരോഹിത വസ്ത്രത്തോടെ ഒരു വൈദികനോ ബിഷപ്പോ കടന്നു ചെല്ലുമ്പോൾ വിജാതിയർ പോലും എത്രമാത്രം മാനിക്കുകയും ബഹുമാനിച്ച് എണീറ്റ് നിൽക്കുകയും ചെയ്തിട്ടുള്ളവരെയാണ് നമ്മൾ മീഡിയകളിലൂടെ എല്ലാവരുടെയും മുമ്പിൽ കത്തോലിക്ക സഭയുടെ തന്നെ വില നഷ്ടപ്പെടുത്താനും പുരോഹിതരുടെ വില നഷ്ടപ്പെടുത്താനും ചാബല്യങ്ങളും വികലതകളും എഴുതി വിടുന്നത്. നിൻ്റെ അതിരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വ്യർത്ഥ വാക്കിനും വിധി ദിവസം കണക്ക് പറയേണ്ടി വരുമെന്ന് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിച്ചു. ആരെയും ഭാരപ്പെടുത്താനോ ഭയപ്പെടുത്തുവാനോ അല്ല, എന്നാൽ അറിയാത്തവർ അറിയട്ടെ. തിരുവചനം വള്ളിപ്പുള്ളി മാറുകയില്ല എന്ന സത്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ അറിയാതെ പോയ വാക്കുകളാണെങ്കിൽ വചനങ്ങളാണെങ്കിൽ അറിയാത്തവർ അറിഞ്ഞതിൽ നിന്ന് പിന്തിരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് എളിമയോടെ ഈ തിരുവചനങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സഭയിൽ ഇപ്പോഴുള്ള പ്രശ്നങ്ങളിൽ നീതി ആരുടെ പക്കത്താണെന്നും ആർക്കെല്ലാം എവിടെയെല്ലാം വീഴ്ച പറ്റിയെന്നും കൃത്യമായി അറിയാവുന്നത് കർത്താവിനാണ്. അത് തിരുവചനത്തിലൂടെ നമ്മളെ അറിയിച്ചിട്ടുണ്ട്. തിരുവചനം ഓർമ്മിപ്പിക്കുന്നു, ഒരുവൻ വീഴുകയും എണീക്കുകയും ചെയ്യുന്നത് എൻ്റെ മുൻപിലാണ്. ഏതു രൂപതയിൽപ്പെട്ട വൈദികരും സുവിശേഷകരും പിതാക്കന്മാരെല്ലാം നമ്മൾ ബഹുമാനിക്കേണ്ടവരാണ്. അവർ കർത്താവിൻ്റെ അഭിഷിക്തരും ശ്രേഷ്ഠ ജനതയുമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയങ്ങളിൽ നമ്മൾ ദൈവം നൽകിയിരിക്കുന്ന അല്പം ജ്ഞാനം മാത്രമേ നമുക്കുള്ളൂവെന്നും നമ്മളെക്കാൾ ജ്ഞാനവും അറിവുമുള്ളവർ സഭയിലുണ്ടെന്നും കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളും കർത്താവിൻ്റെ ഇടപെടലുകളും യഥാകാലങ്ങളിൽ സംഭവിക്കണമേ എന്നും നമുക്ക് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതിനായി നമ്മളെ ദൈവം ഒരുക്കട്ടെ. കർത്താവ് വീണ്ടും ഓർപ്പിക്കുന്ന ഒരു തിരുവചനമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആർക്കെങ്കിലും വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹസിക്കേണ്ടതില്ല എന്ന് സങ്കീർത്തനത്തിലൂടെ അവിടുന്ന് അറിയിച്ചു. അവൻ വീണേൽക്കാം, എന്നാൽ അത് മാരകമായിരിക്കില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. മിക്കയുടെ സുവിശേഷത്തിൽ വീണ്ടും അറിയിക്കുന്നു, എൻ്റെ ശത്രുക്കളെ എന്നെക്കുറിച്ച് ആഹ്ലാദിക്കണ്ട, വീണാലും ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഇരുട്ടിലിരുന്നാലും കർത്താവ് എനിക്ക് വെളിച്ചമായിരിക്കും. എത്രയോ കാലങ്ങൾ സുവിശേഷത്തിന് വേണ്ടി ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി കൂദാശകൾ പരികർമ്മം ചെയ്തിട്ടുള്ള
പുരോഹിത ശ്രേഷ്ഠന്മാരെ, അഭിഷിക്തരെ നമ്മൾ അപമാനിക്കാതെയും പരിഹസിക്കാതെയും ഇരിക്കുവാൻ നമുക്ക് ജാഗ്രത ഉള്ളവരായിരിക്കാം. അത് നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കുവാനും നമ്മുടെ ബലി അനുഗ്രഹിക്കപ്പെടാനും കൃപകൾ നഷ്ടപ്പെടാതിരിക്കാനും ആയിരിക്കട്ടെ. അതിനായി നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം. ആമേൻ.